ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഗായ്സിനെയും കൊണ്ട് മലപ്പുറത്തേക്ക് തന്നെ പോവാണ്. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് ഒരു കല്യാണമുണ്ട്, ഇവിടെ തന്നെയാണ്. ഗായ്സിൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ കല്യാണത്തിന് വേണ്ടി പോകാനുള്ള പരിപാടിയാണ്. പിന്നെ രണ്ട് ബാഗ് പാക്ക് ചെയ്ത് ഇവിടുന്ന് മെല്ലെ രാജ്യം വീട്ടാണ്. അപ്പം 34 അത് മാറ്റി ഇതൊക്കെ പരിപാടിയില്ല. പോണ്ടേ പോണില്ല. ബാക്കി ഞങ്ങൾ പോകുമ്പോൾ വണ്ടിയിൽ നിന്നൊക്കെ വീട്ടിൽ എടുത്തിട്ട് കാണിച്ചു തരാം. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ വാങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നേരെ കല്യാണം വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് നേരെ ബീച്ചിൽ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കും. എന്തായാലും രാത്രിയാകും വീട്ടിലെത്താൻ. ഓക്കെ, എന്താ രസം, അടിപൊളി വ്യൂ ആണ് ഇവിടെ. ഉണ്ടോ വേറെ എവിടെയൊക്കെ ടി വ്യൂ? നമ്മൾ ഗൈസിനെ വീട്ടിൽ കൊണ്ടുപോകാൻ 2 ബാഗ് ഉണ്ട്. ഗൈസ് ബാഗൊന്നും പിടിക്കില്ലായിരുന്നു. ഗൈസ് നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോണത് കൊയിലാണ്ടി. ആരാ ക്യാമറ പിടിക്കണ വെച്ചാല് നമ്മളെ മെയിൻ ബാക്കി ഡ്രസ് എടുക്കുമ്പോ ഡ്രസ് എടുക്കാൻ വിചാരിച്ചു, ഗിഫ്റ്റ് ആയിട്ട് ഡ്രസ് എടുക്കാൻ വിചാരിച്ചു. അതാകുമ്പോ കുറച്ച് മുടിയൊന്നും കെട്ടിയില്ല ഗൈസ്. മുടി കെട്ടിയില്ലാന്ന് പറഞ്ഞിട്ട് അപമാനിക്കുന്നു. ഞാന് അവിടെ എത്താറാകൊണ്ട് മുടി കെട്ടാൻ വിചാരിച്ചു. കാരണം മുടി കെട്ടി കഴിയുമ്പോ മൊത്തം തറക്കണം, കൊള അവിടെ. അപ്പൊ അലങ്കോലാവണ്ട, അവിടെ എത്തിക്കൊണ്ട് സെറ്റ് ആവാൻ വിചാരിച്ചിട്ട് മുടി കെട്ടാത്തത് അപമാനിക്കുന്നു. അപ്പൊ ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. അപ്പൊ അതിന്റെ നമുക്ക് ബാക്കിയാവുന്നത് അവിടെ എത്തിയിട്ട് കാണാം. അപ്പം നമ്മൾ ശോഭികയിലേക്ക് വന്നിങ്ങനെ ഡ്രസ്സ് എടുക്കാൻ. ആർക്ക് ഡ്രസ്സ് എടുക്കാൻ? നമ്മൾ പോണ ആൾക്കാർക്ക് ഡ്രസ്സ് എടുക്കാൻ കേട്ടോ. പോക്കല്ല, ഒരു പോക്ക് ഡ്രസ്സ് എടുക്കണേ. ഇതൊന്ന് സെലക്ട് ചെയ്യാം. മറ്റേ ബനാറസി ഒന്ന് കാണിച്ചോ? ഒന്നും അറിയില്ല, എന്നാലും വെറുതെ എന്തൊക്കെയാ പറയാ. സാധനം ഒരു ഇതും കിട്ടിട്ടോ. സാരി എടുത്ത് നേരെ കല്യാണ വീട്ടിൽ പോകണം. അതിനിടയ്ക്ക് മുപ്പത്തേക്ക് അവിടെ ചവിട്ടാൻ പോകുന്നു. അപ്പോൾ അവിടെ ചവിട്ടിയിട്ട് അവിടെ സാധനം എടുത്തിട്ട് വേണമെങ്കിൽ പോകാം. അവർക്ക് ഡ്രസ്സ് എടുക്കണം പോലും. ഉള്ള ഡ്രസ്സൊന്നും പോരാ. ഉള്ള ഡ്രസ്സൊന്നും പോരായിട്ട് ഇനിയിപ്പോ വേറെ ഡ്രസ്സും കൂടി വേണം. വാക്ക് പറഞ്ഞ വാക്ക് കഴിക്കണം. എന്താ ചെയ്യാ, വണ്ടി അപ്പുറത്ത് നിർത്തിയിട്ട് ഇവിടെ നടന്നു. ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല കൈ. കാറിൽ പോകുമ്പോ ഗേൾസ് ഒരു ഡ്രസ്സാണ്, ആ ഡ്രസ്സ് തന്നെ മനസ്സിലായി. അല്ല നോക്കാം. അപ്പോ ഇവിടേക്ക് നടന്ന് ഉറച്ച് കണ്ട് വന്നു. ഇഷ്ടപ്പെട്ടല്ലേ? പൈസ ആരും എടുക്കൂ? എന്തൊരു കഷ്ടം നോക്കണം. പോയി. ഇങ്ങനെ ആരും ഡ്രസ് വാങ്ങിയിട്ടുണ്ടാവില്ല. പഴയ ഡ്രസ് ഇട്ടിട്ട് പുതിയ ഡ്രസ് വാങ്ങിയപ്പോ തന്നെ അപ്പൊ തന്നെ ഇട്ടു. കുട്ടിയാണ്
മാത്രമല്ല കേട്ടോ, തിരക്കും ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ കാണിച്ചരാം. നല്ല തിരക്ക, വണ്ടീനെ മര്യാദക്ക് മൂവ് ആവില്ല. അങ്ങനെ കടിക്കാത്ത കിട്ടും കൂന്തൽ. ഒന്നും കാണില്ലല്ലേ? നിറച്ചും കിട്ടി, എല്ലാ പരിപാടിയും കഴിഞ്ഞ്. ഇനി പൈനാപ്പിൾ വേണം, കുരിശിയും കിട്ടിക്കുന്നു. ഞാൻ ഉപ്പിലിട്ട് പൈനാപ്പിൾ എടുത്ത് നമ്മ പോരാ. ഒരു പാക്കറ്റ് 100 റുപ്യക്ക് ഉണ്ട് ഈ സാധനം. ഇതെന്തൊക്കെയും വാങ്ങിക്കണം. ഇതൊക്കെ ഇരുന്ന് തിന്നാൻ പോവാ. ഇപ്പൊ കൂന്തൽ നേരത്തെ തിന്ന് പോന്നിട്ടേ ഉള്ളൂ. ഇനി ഇതും കൂടിയും ഒന്നും കൂടി നോക്കൂ. ഞാൻ ഡയറ്റില്ല, കീറ്റോ ഡയറ്റാ. ഇതൊക്കെ തിന്നാ. എല്ലാ പരിപാടിയും കഴിഞ്ഞ് എനിക്ക് നേരെ വീട്ടിലേക്ക് പോവാണ്. ഒന്ന് മൂത്രം വയ്ക്കണം, ഞാൻ ഉണ്ടാക്കും. അപ്പം മൂത്രം വയ്ക്കാൻ ഏതെങ്കിലും പമ്പും കയറിയിട്ട് മൂത്രം വെച്ചിട്ട് വേണമെങ്കിൽ പോവാൻ. അപ്പം കാണാം പോണ വഴി. നമ്മള് കോഴിക്കോട് വന്നിട്ട് ഐശ്വര്യത്തിൽ കഴിച്ചില്ല. ഇവിടെ ഉണ്ടോ? വേണോ? ഇവിടെ ഉണ്ടോ? വൃത്തിയോടത്തിന് പിന്നെയും ഒരു ഐശ്വര്യ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ പിന്നെയും വാങ്ങിച്ച്. ഡയറ്റാണ് ഇതിൽ, ഫുൾ ഡയറ്റീഷ്യനാണ് നമുക്കിത് ചെയ്തത്. ഇതൊക്കെ ഡയറ്റിൽ പെടുന്നതാണ്. പിന്നെ കൂന്തലും ഡയറ്റിൽ പെടണം കേട്ടോ. വണ്ടി എടുക്കാൻ അയക്കണില്ല, നീ നല്ല വണ്ടി എടുത്തിട്ട് പോയിക്കോട്ടെ. അങ്ങോട്ട് പോയിക്കോ. ഇപ്പൊ ചായ കുടിക്കാണ് കേസ്. സമയം 12 മണിയായി. എത്രയായി? 12 മണിയാണ്. അപ്പോൾ സാങ്കേതിക കാരണങ്ങൾ ബാക്കി വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഇത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം വീട്ടിലെത്തി. ടാറ്റ ബൈ ബൈ, സീ യു.